നമസ്കാരം. കൊടിക്കുന്നിൽ സുരേഷ് എം പി വെറുതെ പാർലമെന്റിലേക്ക് കെട്ടി ഇറങ്ങിയതല്ല, ഇറക്കിയതുമല്ല. അദ്ദേഹം കോൺഗ്രസിന്റെ മുത്താണ്. ദേശീയ കോൺഗ്രസ് നേതാക്കളിൽ തന്നെ അർഹിക്കുന്ന ഇടം നേടിയ മലയാളി. 8 തവണ ലോക്സഭയിൽ വിജയിച്ച് ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ മുഖമായി ഉയർന്ന കൊടിക്കുന്നിൽ സുരേഷ് എം പിക്കെതിരെ നടക്കുന്ന അപവാദ പ്രചരണങ്ങളും ഗൂഢാലോചനകളും യാദൃച്ഛികവുമല്ല. പത്തനാപുരം സീറ്റ് സ്വപ്നം കണ്ട് രാഷ്ട്രീയ മലിനത്തിൽ ജീവിക്കുന്ന ചിലരുടെയും അവരുടെ വാടക ഗുണ്ടകളുടെയും നേതൃത്വത്തിലാണ് ഈ നീക്കങ്ങൾ നടക്കുന്നതെന്ന് പരസ്യമായ രഹസ്യമാണ്. ഇതെല്ലാം തൃണവത്ഗണിച്ച് തന്നെയാണ് കൊടിക്കുന്നിലിൻ്റെ മുന്നേറ്റം. അതുകൂടി ഓർക്കണം. കൊട്ടാരക്കര നഗരസഭയിലും പ്രത്യേകിച്ച് കുലശേഖരം നെല്ലൂർ വാർഡിലുമുണ്ടായ തെരഞ്ഞെടുപ്പ് തോൽവിയെ സംബന്ധിച്ച് പ്രാദേശിക തലത്തിൽ പാർട്ടിക്കായി ഒരു തുള്ളി വിയർപ്പൊഴുക്കാത്ത ചിലർ നടത്തുന്ന അപവാദ പ്രചരണങ്ങൾ രാഷ്ട്രീയ പാപ്പരത്വത്തിൻ്റെ തെളിവ് തന്നെയാണ്. കൊട്ടാരക്കരയിൽ കോൺഗ്രസ് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ ഇത്തരം ആളുകളാണെന്നത് പാർട്ടിയിലും പൊതുസമൂഹത്തിലും നന്നായി അറിയാവുന്ന ഒരു സത്യമാണ്. ഈ വാർഡിൽ മുമ്പ് വിജയിച്ചിരുന്നത് കേരള കോൺഗ്രസ് അംഗമാണെന്ന സത്യം ബോധപൂർവം മറച്ചുവെച്ചു. തിരഞ്ഞെടുപ്പ് കാലത്തുമല്ലാതെയും കൊടിക്കുന്നിൽ സുരേഷ് എം പിയുടെ സഹായവും പിന്തുണയും വികസന ആനുകൂല്യങ്ങളും പൂർണ്ണമായി ഉപയോഗിച്ചവരാണെന്ന് സ്വന്തം കഴിവില്ലായ്മ മൂലമുള്ള തോൽവിക്ക് ശേഷം എം പിയെയും മറ്റ് കോൺഗ്രസ് നേതാക്കളെയും കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്. മുൻപ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന കെ മുരളീധരൻ നായർ, വട്ടക്കാട് രാമചന്ദ്രൻ, കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മകൾ തുടങ്ങിയവർ പരാജയപ്പെട്ട വാർഡാണിത്. നഗരസഭാ പരാജയത്തെക്കുറിച്ച് എത്രയോ തവണ എം പിയെ ആക്ഷേപിച്ച് വാർത്തകൾ സൃഷ്ടിച്ചവർ വീണ്ടും ഓരോ ദിവസവും പുതിയ കഥകളുമായി വന്ന് വളരെ മോശമായ രീതിയിൽ സൈബർ അറ്റാക്കും മീഡിയകൾ വഴി പാർട്ടി നേതാക്കളുടെ കുറ്റപ്പെടുത്തലുമൊക്കെ പതിവാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് രാഷ്ട്രീയ നൈതികതയുടെ പൂർണ്ണമായ തകർച്ചയാണ്. നൈതികത എന്നാൽ എന്തെന്ന് പോലും അറിയാത്ത ചിലർ കാട്ടിക്കൂട്ടുന്ന ചില വിക്രിയകൾ. ഇക്കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച് കൊട്ടാരക്കരയിൽ നിന്നും കെട്ടിക്കെട്ടിക്കുമെന്ന് ഭീഷണി മുഴക്കിയ ആൾക്കാർ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 19 UDF സ്ഥാനാർത്ഥികൾ ജയിച്ചാലും കൊടിക്കുന്നിൽ പരാജയപ്പെടുമെന്ന് കെ എം ഷാജാനെ കൊണ്ട് യൂട്യൂബ് വീഡിയോ ജയിച്ചവർ, അവരൊക്കെ തന്നെയാണ് ഇതിൻ്റെ പിന്നിലും ഉള്ളതെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും. കഴിഞ്ഞ 10 വർഷത്തെ മാത്രം കണക്കെടുത്താൽ ഈ സൈബർ പോരാളികൾ പാർട്ടി പ്രവർത്തകർക്ക് നൽകിയ സംഭാവന, ത്രിതല പഞ്ചായത്തുകളിലെ ഇടത് ഭരണത്തിനെതിരെ നടത്തിയ സമര പരമ്പരകൾ, ഏതെങ്കിലും ഒരു വാർഡുകളിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തി നടത്തിയ ശ്രമങ്ങൾ, ഇതെല്ലാം പ്രവർത്തകർ വിലയിരുത്തുന്നുണ്ട്. കൊടിക്കുന്നിൽ സുരേഷിനെ സമൂഹ മാധ്യമങ്ങളുടെ തെറി പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി വളരില്ല എന്ന കാര്യം ഇവർ ഓർത്താൽ നന്ന്. കേരള കോൺഗ്രസും ഗണേശനുമായി അന്തർധാര ഉണ്ടെന്ന് പോലും ആർ ബാലകൃഷ്ണപിള്ളയുടെ മന്ത്രിസ്ഥാനം പോലും പോയത് കൊടിക്കുന്നിലിനോട് ഏറ്റുമുട്ടിയാണ്. അത് കൊട്ടാരക്കരയിൽ നിവർന്നു നിന്ന് കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയതിനാണെന്ന് നാട്ടുകാർക്കറിയാം. ഗണേഷ് കുമാറും സംഘവും കൊടിക്കുന്നിൽ സുരേഷിനെ പരാജയപ്പെടുത്താൻ നടത്തിയ എല്ലാ ശ്രമങ്ങളും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. പിള്ള UDF വിട്ടപ്പോൾ കൊട്ടാരക്കരയിലെ പ്രധാന നേതാക്കളെ ബ്രിജേഷ് എബ്രഹാം, പൊടിയൻ വർഗീസ്, കണ്ണാട്ട് രവി, ജോജോ തുടങ്ങിയവരെ UDFൽ പിടിച്ചു നിർത്തിയതിൻ്റെ ദേഷ്യം ഇന്നും കൊണ്ട് നടക്കുന്നവരാണ് കേരള കോൺഗ്രസ് ബീക്കാർ. സ്വന്തം വാർഡ് ജയിച്ച് അഭിമാനിക്കുന്നതിന് പകരം കേരള കോൺഗ്രസിനെ തോൽപ്പിച്ചു എന്ന കണ്ഠമിടറുന്ന ആരാച്ചന്മാരുടെ തിരക്കഥയ്ക്ക് അവാർഡ് തന്നെ നൽകണം. കൊടിക്കുന്നിൽ സുരേഷ് എം പി എന്ന പേര് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലും കേരള രാഷ്ട്രീയത്തിലും വികസനത്തിൻ്റെ ജനകീയ ഇടപെടലിൻ്റെ ഉറച്ച നിലപാടുകളുടെ പ്രതീകമാണ്. റെയിൽവേ വികസനം മുതൽ ദേശീയപാതകൾ വരെ, ആരോഗ്യ വിദ്യാഭ്യാസ മേഖല മുതൽ സാമൂഹിക നീതി വിഷയങ്ങൾ വരെ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മുതൽ പാർലമെന്റിലെ ശക്തമായ പ്രതിപക്ഷ ശബ്ദം വരെ, എല്ലാ മേഖലകളിലും സജീവമായ ഇടപെടൽ നടത്തിയ നേതാവാണ് കൊടിക്കുന്നിൽ സുരേഷ്. പാർട്ടി നോക്കാതെയും വോട്ട് നോക്കാതെയും ജനപ്രശ്നങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഈ എം പിയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ജനങ്ങൾ ഇതിനകം തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇത്തരം അപവാദ പ്രചരണക്കാർ എല്ലാ കാലവും കൊട്ടാരക്കരയിലും പരിസര പ്രദേശങ്ങളിലും ഞെളിഞ്ഞു നടക്കാമെന്ന് കരുതണ്ട. നേരിടേണ്ടവരെ നേരിടുക തന്നെ ചെയ്യും പാർട്ടി. കോൺഗ്രസിനെ അകത്തുനിന്ന് തകർക്കാൻ ശ്രമിക്കുന്നവരെ തുറന്നു കാട്ടാനും രാഷ്ട്രീയമായി പ്രതിരോധിക്കാനും പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ സജ്ജമായിരിക്കുന്നു. തൽക്കാലം കോൺഗ്രസിൻ്റെ പരമോന്നത സമിതിയായ പ്രവർത്തക സമിതിയുടെ അംഗമായ കൊടിക്കുന്നിൽ സുരേഷ് എം പിക്ക് ഇത്തരക്കാരുടെ ഉപദേശവും ഉപകാരവും ഒരു വിധത്തിലും ആവശ്യമില്ല. പ്രതിപക്ഷ പാർട്ടികൾ പോലും ചെയ്യാത്ത തരത്തിലുള്ള ഹീനമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ കോൺഗ്രസ്സുകാരെ അംഗീകരിക്കാനും സാധ്യമല്ല.
ജനങ്ങളുടെ വിശ്വാസം നേടിയ നേതാവിനെതിരെ ഗൂഢാലോചന നടത്തി സ്വന്തം രാഷ്ട്രീയ പരാജയം മറയ്ക്കാമെന്ന് കരുതുന്നവർ വലിയ തെറ്റിദ്ധാരണയിലാണിപ്പോൾ. കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മറുപടി. അത് ജനങ്ങളുടെ ഹൃദയത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ്. ആ മറുപടി കേട്ട് തന്നെയാണ് കഴിഞ്ഞ 8 തവണയും കൊടിക്കുന്നിൽ സുരേഷ് കേരളത്തിൽ നിന്നും ജയിച്ച് മാവേലിക്കരയുടെ MP ആയത്.